إلى حضرة سيدنا محمد صلى الله عليه وسلم. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس الوسواس الخناس الذي يوسوس في صدور الناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاهي وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل سباب مثل ما قرأناه من القرآن العظيم وما صليناه إلى حضرة سيدنا وحبيبنا ومنجنا محمد مصطفى صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وإلى حضرة أهل خير كل مجمعين. اللهم بحقهم وبجائهم يسر عسيرنا وسهل أمورنا واشف مرضانا وقض حوائجنا وتدعونا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ZQ ഫേസ്റ്റ് സ്വാഗതം ആശംസിക്കുന്നു. നൗഷാദ് അസ്ഹരി നൈസ് പബ്ലിക് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ZQ ഫെസ്റ്റ് കുഞ്ഞാറ്റകളുടെ ആഘോഷ പെരുന്നാളാണ്. സ്ഥാപനം ആരംഭിച്ചതു മുതൽ 9ാമത് ZQ ഫെസ്റ്റും 7ാമത് കോൺവെക്കേഷനും ചടങ്ങുമാണ് ഈ 2025 വർഷപ്പുതുക്കത്തിൽ നൈസ് ക്യാമ്പസിൽ നിറപ്പകിട്ടാർന്ന കലാപ്രകടനം കാത്തിരിക്കുന്ന കുഞ്ഞുമക്കൾ. അവരുടെ മുമ്പിൽ ഉദ്ഘാടന ചടങ്ങ് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വളരെ തിരക്ക് പിടിച്ച അതിഥികളാണ് നമ്മുടെ കൂടെയുള്ളത്. ഇൻഷാ അല്ലാഹ് ZQ പഠന പദ്ധതിയുടെ മികവുകൾ വിളിച്ചോതുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ്, എൻ്റെ പ്രകടന സംഭവമാണ് ഈ ZQ ഫെസ്റ്റിലൂടെ പ്രോജ്വലിച്ചു നിൽക്കുന്നത്. കുട്ടികൾ തങ്ങളുടെ സർഗശേഷികൾ തെളിയിക്കുന്നതിനുള്ള വേദിയായിട്ട് 10 വർഷമായി നമ്മൾ കൊണ്ടാടുകയാണ്. ഇൻഷാ അല്ലാഹ് 10ാം വാർഷികത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ ഒരു സമ്മേളനം. ഈ ഫെസ്റ്റ് ആരംഭത്തിൽ നമ്മോട് മുഖ്യാതിഥിയായി നമ്മോട് കൂടെയുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം, നാഷണൽ പാരാ സ്വിമ്മറായിട്ട് മെഡൽ ജേതാവ്, നിരവധി ഗോൾഡ് മെഡലുകൾ, കേരളത്തിൽ തന്നെ 6 ഗോൾഡ് മെഡലുകളും ദേശീയ തലത്തിൽ 2 മെഡലുകളും നേടി നമ്മുടെ മുമ്പിൽ എന്താണോ പരിമിതികൾ, ആ പരിമിതികൾക്കപ്പുറത്തേക്ക് ചിറക് മുളച്ച് പാറി പറന്ന് ഉന്നതങ്ങൾ കീഴടക്കിയ
നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റിയ, എല്ലാം ശേഷികളുണ്ടായിട്ടും ഉയരങ്ങൾ താണ്ടാൻ മടിക്കുന്ന നമുക്ക് നമ്മുടെ ആസിമ് നമ്മുടെ മുന്നിൽ ഇതാ നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ ZQവിലെ ഒരു ജുസ് ഹിഫ്ളായി അവർക്കുള്ള സമ്മാനമാണ്, അവർക്കുള്ള കോൺവെക്കേഷനാണ്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കാലയളവിൽ ഒരു ജുസ് പൂർണ്ണമായും ഹിഫ്ള് ചെയ്ത 17 വിദ്യാർത്ഥികളാണ് ഇന്ന് കോൺവെക്കേഷൻ ഉള്ളത്. അതേപോലെ ഈ വർഷം ശരിക്കും അക്കാദമിക് ഇയർ തീരുന്നത് മാർച്ചിലാണെങ്കിലും കഴിഞ്ഞ ഡിസംബറിൽ തന്നെ നമ്മുടെ മുഴുവൻ കുട്ടികളും ZQവിൽ പഠിക്കുന്ന 37 കുട്ടികളും ഒരു ജുസ് നേരത്തെ ഏർലിയറായിട്ട് തന്നെ ഹിഫ്ള് പൂർത്തിയാക്കിയ സന്തോഷവും കൂടി നിങ്ങളോട് പങ്കുവെക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ആ കൂട്ടത്തിൽ പിന്നെ ഏതാനും ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. നമ്മുടെ ഈ വർഷം നമ്മുടെ അക്കാദമിക മികവ് വിളിച്ചോന്നതിന് മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ പരിസരത്തും അതേപോലെ നമ്മുടെ ടീച്ചറിൽപ്പെട്ട ഒരാളുടെയും 2 കുട്ടികൾ, അവർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ 2 കുട്ടികളെ കൂടി ഇന്നിവിടെ ആദരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അവർ ഒന്ന് നമ്മുടെ നാട്ടുകാരനായ ആദം ഐബക്കാണ്, ഹംദ ഫാത്തിമയാണ് നമ്മുടെ ടീച്ചറുടെ കുട്ടി. രണ്ടുപേരും അവരുടെ ഇത്ര ടാലൻ്റായിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഈ കുട്ടികൾ അവരുടെ മികവ് 2-ാം വയസ്സിൽ തന്നെ അവർ തെളിയിച്ച് ഇന്ത്യ ബുക്ക് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടും അവർക്ക് ചേർത്താൻ തിരഞ്ഞെടുത്ത സ്കൂൾ അവരുടെ വാർത്താക്കുറിപ്പിലും നമ്മൾ വായിച്ചു നമ്മുടെ ZQവിനെയാണ്. ഇൻഷാ അല്ലാഹ് ഒരു കുട്ടി ചെറുപ്പത്തിൽ ഉമ്മമാരൊക്കെ പറയുന്ന ദിക്റുകൾ 2-ാം വയസ്സിൽ തന്നെ കാണാതെ പഠിച്ച് അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങുന്നു എന്നതാണ് ഒരു ക്രെഡിറ്റ്. രണ്ടാമത്തത് നമ്മളെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളുടെ പേരുകൾ, അതേപോലെ പച്ചക്കറികളുടെ, മൃഗങ്ങളുടെ, ആനിമൽസിൻ്റെ, വെജിറ്റബിൾസിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരുപാട് പേരുകൾ അക്ഷരം പഠിക്കാത്ത, ആൽഫബറ്റിക് പോലും പഠിക്കാത്ത കുട്ടികൾ ഇതെല്ലാം വായിച്ച് കണ്ടെത്തി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഈ 2 കുട്ടികളെ കൂടി ഇന്ന് നമ്മുടെ സദസ്സിൽ വെച്ച് ആദരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു നയനമനോഹരമായ, അഭൂതപൂർവമായ, അത്യത്ഭുതകരമായ കുറേ സംഭവങ്ങൾ നമ്മുടെ ഈ വേദി, ഉദ്ഘാടന വേദി സാക്ഷിയാവുകയാണ് ഇൻഷാ അല്ലാഹ്. വേദിയിൽ നമ്മുടെ വേദി ഔപചാരികമായ ഉദ്ഘാടനവും സനദ്ദാനവും നിർവഹിക്കാനെത്തിയ വന്നിരായ SYSൻ്റെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. അതേപോലെ അവാർഡ് ദാനം നിർവഹിക്കുന്നതിനെത്തിയ സയ്യിദ് സൈനുൽ ആബിദീൻ ജമൽ തങ്ങൾ, അല്ലാഹു സയ്യിദ് സാദാത്തുകൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനത്തിന് എപ്പോഴും ഗുണദോഷിക്കാനും ഉപദേശങ്ങൾ നൽകുവാനും അവരെപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അല്ലാഹു തആല തണൽ നമുക്ക് നീട്ടി നൽകുമാറാവട്ടെ. അതേപോലെ മുഖ്യാതിഥിയായി എത്തിയ ആസിം വെളിമണ്ണ ഇൻഷാ അല്ലാഹ്, അവർക്കും വളരെ തിരക്കുണ്ട്. ഇത് കഴിഞ്ഞ് 10 മണിക്ക് ഇടവണ്ണയിലെത്തണം. അപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് ഇവിടുന്ന് നമുക്ക് ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അതേപോലെ വന്നിരായ നമ്മുടെ ബുഖാരി തങ്ങൾ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന മഹല്ല് ഖത്തീബ് നജീദ് അംജദി ഉസ്താദ്, എല്ലാവരെയും, അതേപോലെ ഇവിടെ കൂടിച്ചേർന്ന, ഇവിടെ ഒത്തുകൂടിയ മുഴുവൻ രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപികമാർ, വിദ്യാർത്ഥിനികൾ, നാട്ടുകാർ, സഹപ്രവർത്തകർ, എല്ലാ അംഗങ്ങളെയും ഇതിൽ കൂടിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നജീബ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ZQ ഫേസ്റ്റ് കോൺവെക്കേഷൻ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു. SYS സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ സ്നേഹാദരവുകളോട് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മുടെ ഈ സ്ഥാപനം കാഴ്ചയിൽ ഒരു ചെറിയ സ്ഥാപനമാണെങ്കിലും മികവിൻ്റെ വിഷയത്തിൽ കേരളത്തിലെ വൻകിട സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കാൻ മാത്രമുള്ള ഒരുപാട് അവാർഡുകളും അതുപോലെയുള്ള മറ്റു പലതും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് ഇവിടുത്തെ ZQ എന്ന് പറയുന്ന ഈ സംവിധാനം.
ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ നടത്തിയ ഓൾ ഇന്ത്യ തലത്തിലുള്ള സ്കോളർഷിപ്പ് പരീക്ഷയിൽ നല്ല റാങ്ക് നേടിയ ഒരു കുട്ടി നമ്മളെ പ്രിയപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അറക്കൽ സാഹിബിൻ്റെ മകൻ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിലും രാജ്യത്തെ വിവിധ ദേശീയ തലത്തിലും ഒക്കെ നടക്കുന്ന മത്സരങ്ങളിൽ നല്ല മികവ് വാങ്ങുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി നമ്മുടെ ഈ നൈസ് എന്ന് പറയുന്ന ക്യാമ്പസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷം തൻ്റെ പ്രിയപ്പെട്ട കുട്ടി ഉന്നതമായ വിജയം നേടുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു രക്ഷിതാവ് ഏറ്റവും സന്തോഷിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് കാണാതെ പഠിച്ചാൽ അതിന് പ്രത്യേകമായ പ്രോത്സാഹനം ഉമ്മമാരും ഉപ്പമാരും കൊടുക്കണം. ആ കുട്ടിക്ക് നല്ലൊരു മിഠായി വാങ്ങിക്കൊടുത്ത്, അല്ലെങ്കിൽ നല്ല ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത്, ഒരു ഉപഹാരമൊക്കെ കൊടുത്ത് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടി ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധനായി തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതേ അവസരത്തിൽ കുട്ടികളെ ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും ഓന് പഠനത്തിൽ വളരെ മോശമാണ് എന്ന് കുട്ടിയുടെ മുഖത്ത് നോക്കി അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് പുരോഗതി ഉണ്ടാവില്ല എന്നുള്ളതാണ് മനഃശാസ്ത്രം പറയുന്നത്. എല്ലാ സമയത്തും അവൻ ഉഷാറാണ്, ഇനിയും ഉഷാറാവണം എന്ന ഒരു പോസിറ്റീവ് എനർജി കുട്ടിക്ക് ലഭിക്കുന്ന നല്ല മോട്ടിവേഷൻ വാക്കുകളാണ് രക്ഷിതാക്കളിൽ നിന്നും ഉണ്ടാവേണ്ടത്. പല ഉമ്മമാരും ഉപ്പമാരും കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കാറുണ്ട്. ഈ കണ്ടിയിൽ അപ്പുറത്തെ നമ്മളെ ഇവൻ്റെ കുട്ടി അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ആ മകള്, അവളൊക്കെ എന്ത് മാർക്കാണ് വാങ്ങിയത്, നിനക്ക് ഇപ്പോഴും അക്ഷരങ്ങൾ തിരിയൂല, ഒന്നും മനസ്സിലാകൂല എന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നതിന് പകരം ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് ഒന്നും കൂടി ഉഷാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ZQ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രസ്ഥാനമായ ജാമിയ മർക്കസ് രൂപകൽപ്പന ചെയ്ത ഒരു പ്രീ സ്കൂൾ സിസ്റ്റമാണ് ZQ എന്ന് പറയുന്ന സിസ്റ്റം. അതായത് ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുട്ടികൾ അറബി അക്ഷരങ്ങളും ഇംഗ്ലീഷ് അക്ഷരങ്ങളും പഠിക്കുകയും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ജുസെങ്കിലും കാണാതെ പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും അനിവാര്യമായും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട നിത്യജീവിതത്തിലെ ദിക്റുകളും സ്വലാത്തുകളൊക്കെ കാണാതെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ZQ എന്ന് പറയുന്നത്. പഴയ കാലത്ത് ZQവിൻ്റെ ആവശ്യം വന്നിരുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഉമ്മമാർ തന്നെ ഒരു ZQ ആയിരുന്നു. നമ്മുടെ ഉമ്മയാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ പ്രഥമ വിദ്യാലയം. ഉമ്മയുടെ മടിത്തട്ടിലാണ് ഒരു വിദ്യാർത്ഥിയുടെ ആദ്യത്തെ ക്ലാസ് റൂം എന്നാണ് പറയപ്പെടാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഉമ്മമാര് കുട്ടികൾക്ക് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട മര്യാദയും, ഉമ്മ ഉറക്കെ ബിസ്മി ചൊല്ലും, അപ്പോൾ കുട്ടികളൊക്കെ ബിസ്മി ചൊല്ലും. ഉമ്മ ഇശായിൻ്റെയും മഗ്‌രിബിനിടയിൽ ഖുർആൻ എടുത്ത് ഓതും, മക്കളത് പഠിക്കും. ടോയ്ലറ്റിൽ പോകുമ്പോൾ എങ്ങനെയാണ് അവിടെ നമ്മൾ പെരുമാറേണ്ടത്, ശുചിത്വം എങ്ങനെയാണ്, ഇതൊക്കെ ഉമ്മയില്ലെന്ന് പഠിക്കുന്ന നല്ല ചിട്ടകളായിരുന്നു കുട്ടികൾക്ക് ലഭിച്ചിരുന്നത്. ഇന്ന് പല ഉമ്മമാരും അത്തരം ആചാരങ്ങളൊക്കെ ഒഴിവാക്കിയത് കൊണ്ട്
ZQ എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ നമ്മൾ തുടങ്ങേണ്ടി വന്നു എന്ന് മാത്രം. അപ്പം എല്ലാ ഉമ്മമാരോടും പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് ഏറ്റവും വലിയ മാതൃകാ വിദ്യാലയം നമ്മൾ തന്നെയാണ്. കുട്ടികൾ എല്ലാ സമയത്തും ഉമ്മയുടെ കയ്യിൽ മൊബൈൽ ഫോണാണ് കാണുന്നതെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം ഒരു മൊബൈലിൻ്റെ ഒരു വലിയ ഒരാളായി മാറാനുള്ള ഒരു താല്പര്യത്തിലായിരിക്കും കുട്ടി ഉണ്ടാവുക. അതേ അവസരത്തിൽ ഉമ്മയുടെ കയ്യിൽ പുസ്തകങ്ങളാണ്, വായനയാണ്, അല്ലെങ്കിൽ ഖുർആൻ പാരായണമാണ്, അല്ലെങ്കിൽ തസ്ബീഹ് മാലയാണ്, സ്വാഭാവികമായും ഈ കുട്ടിയും ആ രൂപത്തിൽ വളരാനാണ് ആഗ്രഹിക്കുക. ഞാൻ പറയുന്നത്, ഒരു കുഞ്ഞിളം പ്രായം അല്ലെങ്കിൽ കുഞ്ഞു മക്കളുടെ ഹൃദയം അതിൽ കലർപ്പില്ലാത്തൊരു ഹൃദയമാണ്. പിള്ളവായിൽ കള്ളമില്ല എന്നാണല്ലോ പറയൽ. അപ്പം ആ കുട്ടികൾ ഏറ്റവും സംശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ അവർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ ഭാവി അത് ശോഭനമാക്കുന്നതിന് വേണ്ടി നല്ല മാതൃകകൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന ഉമ്മ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ, ഖുർആൻ പാരായണം ചെയ്യുന്ന ഉമ്മ, വീട് അടിച്ചുവാരി വൃത്തിയാക്കി കഴുകി ശുദ്ധിയാക്കുന്ന ഉമ്മ, മക്കളുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി ളുഹാ നിസ്കരിക്കുന്ന ഉമ്മ, കൃത്യസമയത്ത് ഭക്ഷണം വിളമ്പി മക്കളെ പലതും പരിശീലിപ്പിക്കുന്ന ഉമ്മ, ഈ ഉമ്മയെപ്പോലെ കുട്ടിക്ക് പ്രചോദനം നൽകുന്ന മറ്റൊരു മോട്ടിവേറ്റർ വേറെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മളെ പ്രിയപ്പെട്ട മക്കളാണ്. ഇന്നും രാവിലെ ഒരു നമ്മുടെ നല്ല പ്രവർത്തകനായൊരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിലാണ്. എന്താണ് കാരണം? ഏറ്റവും മാരകമായ മയക്കുമരുന്ന് അവൻ ഉപയോഗിച്ചു, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞാൻ പറയുന്നത്, മക്കളെ കൊണ്ട് അപമാനിതരായി തലതാഴ്ത്തി നടക്കേണ്ട ഒരവസ്ഥ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും വരുന്ന. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ചില രക്ഷിതാക്കൾ അവര് സ്വർഗത്തിൽ കടക്കാനുള്ള അമലുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മക്കൾ കാരണം അവർ നരകത്തിലേക്ക് പോവേണ്ടി വരുന്നതാണ്. യൗമ യഅളു ളാലിമു അലാ യദൈഹി, അവൻ്റെ കയ്യിൻ്റെ വിരൽ കടിക്കേണ്ട ഒരവസ്ഥ വരുന്നതാണ്. മക്കൾ നന്നായാലോ, മക്കൾ നല്ല മക്കളാണെങ്കിൽ ഒരു രക്ഷിതാവിന് അത്രയും വലിയ അഭിമാനമുണ്ടാകും. നമ്മളേറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത് ആ കുട്ടികളുടെ സദാചാരങ്ങളിലും ധാർമ്മികതയിലും വിദ്യാഭ്യാസത്തിലുമാണ്. കുട്ടികൾ ഏറ്റവും നല്ല സ്വഭാവം പ്രകടിപ്പിക്കുമ്പോൾ അതിനാവശ്യമായ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ പോലും നല്ല ബുദ്ധിയുള്ള മക്കളാണ്. എന്ത് കണ്ടാലും പഠിക്കാനും സ്വായത്തമാക്കാനും അവർക്ക് കഴിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയൊരു സൗഭാഗ്യമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ. ആ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ എത്ര കാശ് ചെലവഴിച്ചാലും അത് നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. മക്കൾക്ക് നിങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നതും ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നതും അല്ലെങ്കിൽ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും എല്ലാം നല്ല കാര്യമാണെങ്കിലും അതിനേക്കാളും ഏറ്റവും നിങ്ങൾ ചെയ്ത നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിയെ പരിശുദ്ധമായ ഖുർആൻ ഉൾപ്പെടെ ദീനിയായ വിദ്യാഭ്യാസം നേടുന്ന സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന, ഇന്ന് ഇസ്രായേൽ സൈന്യങ്ങൾ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗസയിലാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹുവിന് ജനിക്കുന്നത്. 2.5 വയസ്സ് പ്രായമായപ്പോൾ ഉമ്മ ആ പ്രിയപ്പെട്ട മകനെയും കൂട്ടിയിട്ട് പരിശുദ്ധ മക്കയിലേക്ക് വരികയാണ്. ഷാഫി ഇമാമിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസം 2.5 വയസ്സിലാണ്. അന്ന് സഹറത്തുൽ ഖുർആൻ ഇല്ല. പക്ഷേ ബുദ്ധിമാനായ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ഭാവി കണ്ട്, ബുദ്ധി കണ്ട് ആ ഉമ്മ മക്കയിൽ വന്ന് വലിയ പണ്ഡിതന്മാരുടെ ദർസിൽ ഈ 2.5 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുപോയാക്കി.
നിങ്ങൾ ചിന്തിക്കണം, ഒരു ഉമ്മ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഉപഹാരം നല്ല മതപരമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ചു. വഖദ് ഹഫിളൽ ഖുർആൻ വഹുവ സബ്അ. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു 7 വയസ്സുകാരനാണ്. ആ സമയത്ത് ഖുർആൻ മനഃപ്പാഠമാക്കി. 9 വയസ്സ് പ്രായമായപ്പോൾ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹദീസിന്റെ കിതാബുകളും കാണാതെ പഠിച്ചു. അങ്ങനെ പഠനത്തിൽ മിടുക്ക് കാണിച്ചു. 15 വയസ്സ് പ്രായമായപ്പോഴേക്ക് ആ രാജ്യത്ത് ഏറ്റവും വലിയ ഫത്വ നൽകാൻ മാത്രം യോഗ്യനായ പണ്ഡിതനായി തീർന്നു എന്നാണ്. ഉമ്മയും ഉപ്പയും മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്നേഹവും സന്തോഷവും അവർ ഇൽമു പഠിക്കുന്നവരാവുക, അവരെ ആലിമീങ്ങളാക്കുക, അവർ നല്ല പാണ്ഡിത്യമുള്ളവരാക്കുക എന്നുള്ളതാണ്. നമ്മുടെ നൈസ് ക്യാമ്പസ് പ്രിയപ്പെട്ട നൗഷാദ് അസ്ഹരി ഉസ്താദ് അവറുകൾ, അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് നേരത്തെ അവിടെ ഒരു മദ്രസയിൽ ആരംഭിച്ച ഈ സ്കൂള് ഇന്ന് അൽഹംദുലില്ലാഹ് ഇപ്പോൾ 4ാം ക്ലാസ് വരെ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? 6 മാഷാ അല്ലാഹ്, നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. അസ്ഹരിയുടെ സ്വപ്നങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തൗഫീഖും നൽകുമാറാവട്ടെ. ഇതൊരു 10ാം ക്ലാസ് വരെയുള്ള വലിയൊരു സ്കൂളാക്കി മാറ്റണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരുടെയൊക്കെ ആഗ്രഹമാണ്. ചെറിയ ഒരു ബിൽഡിങ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ നൈസ് വിദ്യാഭ്യാസ പദ്ധതിക്ക് വലിയ പ്രസക്തി കൂടിക്കൂടി വരികയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ കോൺവൊക്കേഷൻ കുട്ടികൾക്ക് സനത് കൊടുക്കുന്ന ഈ ഒരു പരിപാടി ഞാൻ പറഞ്ഞിരുന്നു, ചെറിയ മക്കളെ പരിപാടിയല്ലേ, നിങ്ങൾ നടത്തിയാൽ മതി എന്ന് അസേരിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അസേരി പറഞ്ഞത് എല്ലാ കൊല്ലം വരുന്നതാണ്, ഇക്കൊല്ലം വരാതിരുന്നാൽ മോശമാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ രാവിലത്തെ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല, ഒക്കെ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് പോകുന്നത്. അപ്പം നിങ്ങളോടൊക്കെ എല്ലാ സന്തോഷങ്ങളും പറയുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണത്? എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. ഒരാൾ പറഞ്ഞത് ZQ ഫസ്റ്റ്, ഇയാൾ പറഞ്ഞ റജബ് 1, അല്ലേ? പിന്നെ വെള്ളിയാഴ്ച രാവ്, പിന്നെ 2025. നിങ്ങളെല്ലാവരും ഉഷാറാണ്. മന്നം ജയന്തിയോ? മാഷാ അല്ലാഹ്, ശരി, അതെൻ്റെ ഓർമ്മയിലില്ലെന്ന്. അപ്പം എല്ലാവരും നല്ല ബുദ്ധിമാന്മാരാണ്, നല്ല പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ നല്ല ഏകദേശം നിങ്ങളെ കാണുമ്പോൾ ഏകദേശം നല്ല നിങ്ങളെ തലയിലൊക്കെ എന്തൊക്കെ ഒരു സാധനം വന്നിരിക്കുന്നുണ്ട് പോലെ. അപ്പം നല്ല കുട്ടികളായി നിങ്ങൾ ഇവിടുന്ന് സനത് വാങ്ങാണ്. സഹറത്തുൽ ഖുർആന്റെ കോൺവൊക്കേഷൻ ബിരുദം വാങ്ങി. നിങ്ങൾ കണ്ടില്ലേ ആസിമിനെ കണ്ടോ? ആരാണ് ആസിമ്? നിങ്ങളെപ്പോലെ ശാരീരികമായി പൂർണ്ണ ആരോഗ്യവാനല്ല, പക്ഷേ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന പ്രത്യേകമായൊരു കഴിവ് നമുക്കില്ലാത്ത കഴിവുണ്ടാവും. ആസിമ് ആരാന്നറിയ നിങ്ങൾ? പരിശുദ്ധ ഖുർആൻ 30 ദിവസവും കാണാതെ പഠിച്ച കുട്ടിയാണ്. ആസിമാണെ നമുക്ക് ഓയിത്തരും. ഖുർആൻ ഹാഫിളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശാരീരിക വൈകല്യങ്ങളെ അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഒരു വലിയ ടാസ്കായിട്ട്, അല്ലേ? ഖുർആൻ 30 ദിവസം കാണാതെ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പിന്നെ ഡിഫറൻറ്റ് ക്വാളിഫിക്കേഷൻ, വലിയ ഒരു എബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. നമ്മൾക്കൊക്കെ അല്ലാഹു തആല നല്ല കയ്യും കാലും സൗകര്യങ്ങളൊക്കെ നൽകിയിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല. അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ചീഫ് ഗസ്റ്റായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അല്ലാഹു തആല ആസിമിനും ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ജമല്ലൈലി തങ്ങൾക്കും മറ്റേ തങ്ങൾക്കും നമ്മളെ അംജദി ഉസ്താദിനും എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ.
ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് സനത് വാങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന നല്ല മക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാഫിൽ മുഹമ്മദ് ആസിം വെളിമണ്ണ. എല്ലാവർക്കും പ്രചോദനമാവുക, മറ്റുള്ളവർക്ക് കൈത്താങ്ങായി നിലകൊള്ളുക എന്ന ഉദ്ദേശത്തോടെ ആസിം വെളിമണ്ണ ഫൗണ്ടേഷൻ എന്ന സംഘടന രൂപീകരിച്ചു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെയും ഇൻക്ലൂസീവ് സ്പോർട്സിനെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഫൗണ്ടേഷന്റെ പ്രമേയം. 2021 നെതർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിഡ്സ് റൈറ്റ് ഫൗണ്ടേഷന്റെയും ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസിന്റെയും 3 ഫൈനലിസ്റ്റുകളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടി. പരിമിതികളിലും അതിജീവനം ജീവിതത്തിലെ ഭാഗമാണെന്ന് തെളിയിച്ചുകൊണ്ട് നീന്തലറിയാത്തതിന്റെ പേരിൽ ആരും മുങ്ങിപ്പോകരുതെന്ന എന്ന സന്ദേശം സമൂഹത്തിന് പകർന്നുകൊണ്ട് നിറഞ്ഞെടുക്കുന്ന ആലുവ പെരിയാറിന്റെ 1 മണിക്കൂർ 1 മിനിറ്റ് കൊണ്ട് 800 മീറ്ററിലധികം നീന്തി കയറി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും വേൾഡ് റെക്കോർഡിലും യൂണിയനിലും ഇടം നേടി. കേരള ഗവൺമെന്റിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം, യൂണിസെഫിന്റെ ചൈൽഡ് അച്ചീവർ അവാർഡ്, ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കലാം ഫൗണ്ടേഷന്റെ ഇൻസ്പയർ ഇന്ത്യൻ അവാർഡ് എന്നിവ കരസ്ഥമാക്കി. CQ ഫെസ്റ്റ് കോൺവെക്കേഷനിൽ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ മുഹമ്മദ് ആസിമി പുരസ്കാരം നൽകുന്നു. ഇരുവരെ ക്ഷണിക്കുന്നു. كل كبير الله أكبر الله أكبر ولله الحمد. CQ ഫെസ്റ്റിൽ സംസാരിക്കുന്നു ഹാഫിൽ മുഹമ്മദ് ആസിം വെളിമണ്ണ. സ്നേഹാതിരുവകളോട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സൗണ്ട് പോലെ അസ്സലാമു അലൈക്കും. അയ്യോ, വേദിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഒരു നൈസ് പബ്ലിക് സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, വളരെ സന്തോഷമുണ്ട് ഇവിടെ ഈ ഒരു മഹത്തായ പരിപാടിയിലേക്ക് വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചത്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച എല്ലാ സംഘാടകർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ അല്ലാഹുവെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഇവിടെ തൊപ്പിയിട്ടിരിക്കുന്ന നല്ല വെള്ള വസ്ത്രം ധരിച്ച കുട്ടികളൊക്കെ ഒരു ജുസ് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആണോ? അതെ, ഖുർആനിലെ ഒരു ജുസ് മനഃപ്പാഠമാക്കിയ മിടുക്കരായ കുട്ടികളാണ് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പം അതിലേറെ സന്തോഷിക്കുകയാണ് ഞാൻ. കാരണം ഈ ലോകത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ പരിശുദ്ധമായ കലാം പൂർണ്ണമായും പഠിച്ചെടുക്കുക
എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. അൽഹംദുലില്ലാ, അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും ഒരു ഹാഫിളാകാൻ പറ്റി. ഇവിടെ വന്ന സമയത്ത് ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ ഇവിടെ കണ്ടു. അതിലൂടെ എനിക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും നല്ല കഴിവുള്ള കൂട്ടുകാരാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അല്ലാഹു തആല ഈ ലോകത്തോട്ട് പകച്ചു വെക്ക ഓരോ മനുഷ്യനും ഓരോ ജീവജാലങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളോടും കുറവുകളോടും കൂടിയിട്ടാണ് ഈ ലോകത്തോട്ട് വന്നിട്ടുള്ളത്. അതിൽ കുറവുകളും കഴിവുകളും മനസ്സിലാക്കി കുറവുകളെ വെച്ചുകൊണ്ട് കഴിവുകളിൽ കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ വിജയങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ആർക്കും ആരെപ്പോലെയും ആകാൻ പറ്റില്ല. എല്ലാവർക്കും ഒന്നാകാൻ പറ്റും. എന്ത് നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കും. അപ്പം ഇന്ന് ഒരു ജുസ് മനപ്പാടാക്കിയ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു പ്രോത്സാഹനം ആയിക്കൊണ്ട് ഒക്കെ സമ്മാനം നൽകുന്ന ഇതിൻ്റെ സംഘാടകരെ ഞാൻ നല്ല രീതിയിൽ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു കുട്ടി അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ആ കുട്ടി ആഗ്രഹിക്കുന്നത് ആ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അവരെ ചേർത്ത് പിടിക്കാനൊരു സപ്പോർട്ടായിരിക്കും. ആ സപ്പോർട്ട് കൊടുത്താൽ ആ കുട്ടിക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാവും. ആ ഒരു മേഖലയിൽ ഉയരണം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രോത്സാഹനം സമ്മാനങ്ങൾ കൊടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പം ഇവിടെ നേരത്തെ ഉസ്താദ് ചോദിച്ചു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച സമയത്ത് ഓരോ കുട്ടിയും പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള ആൻസറുകളാണ്. അവസാനം മന്നഞ്ചേന്തി വരെ എത്തി. ഓരോ കുട്ടിയും വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള മറുപടികൾ കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഈ ഒരു അവസരത്തിൽ മാതാപിതാക്കളോട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരിക്കലും മറ്റുള്ളവരേക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല. പല മാതാപിതാക്കളും ഉസ്താദ് പറഞ്ഞ പോലെ ചെയ്യുന്നൊരു കാര്യമാണ്, നീ അവനെ കണ്ടുപഠിച്ച് ഇവനെ കണ്ടുപഠിച്ച് എന്നല്ല പറയേണ്ടത്. നമ്മൾ കുട്ടികളുടെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് നല്ല കഴിവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ കണ്ട് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നോ അത്രത്തോളം ആ കുട്ടിക്ക് നാളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇന്നലെ നമ്മളെല്ലാവരും 2024 ഇവിടെ പറഞ്ഞ് 2025 നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പുതിയൊരു അധ്യായം നമ്മൾ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ടവരാണ്. ഈ 2024 കഴിഞ്ഞപ്പം നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നു. അതേപോലെ തന്നെ നമുക്ക് ആയുസ്സിൽ നിന്നൊരു വർഷം കുറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇപ്പം ഈ ഒരു ജുസ് മനഃപ്പാഠമാക്കിയ എല്ലാ കുട്ടികൾക്കും അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട്
ഖുർആൻ മൊത്തവും മനഃപ്പാഠമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് 10 മണിയാകുമ്പോൾ എത്തേണ്ടതുള്ളതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2025 നമ്മൾ കടന്നിരിക്കുകയാണല്ലേ. അപ്പം 2025 കടന്ന സമയത്ത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണ്ടേ? അപ്പം എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ബഷീർ അഗാട്ട് എന്ന് പറയുന്നൊരു സുഹൃത്തിൻ്റെ ചെറിയൊരു സന്ദേശം മാത്രം എൻ്റെ കൂട്ടുകാർക്ക് തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് നെഞ്ചിൽ കൈവെക്കാൻ പറ്റുമോ? നെഞ്ചിൽ കൈവച്ചോ? എന്നിട്ട് ഞാൻ പറയുന്നത് ഉറക്കെ പറയണം. റെഡിയാണോ? റെഡിയാണോ? എന്നാ ഒന്ന് പറഞ്ഞ നല്ല ചിന്ത, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല കേരളീയൻ, നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല കുട്ടികൾ, നല്ല മാതാപിതാക്കൾ, നല്ല അധ്യാപകർ, നല്ല മുസ്ലിം, നല്ല മുസ്ലിം. എത്ര നല്ല വാക്കാണല്ലേ? നമ്മൾ നല്ല ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ല വാക്ക് പറയുന്നത്. നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാനുള്ളത്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യത്വത്തിൻ്റെ ഉടമയായിട്ട് തീരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കുമോ? ഞാൻ 100 നെഞ്ചിൽ കൈവച്ച എന്നൊക്കെ പറഞ്ഞാൽ ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ്. ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ നല്ല കുട്ടിയാണ്. ഇനി നിങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാർക്ക് ഒരു ഷെയ്ക്കാൻ്റെ കൊടുക്കുമോ? എന്നൊക്കെ പറഞ്ഞാൽ യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്. നീ നല്ല കുട്ടിയാണ്, നീ നല്ല കുട്ടിയാണ്. അത് മതിയോ? പക്ഷെ എനിക്ക് പോരാ. എന്താക്കും? എല്ലാവരും ഒന്ന് കൈവന്നിച്ച എന്ന് പറഞ്ഞാൽ വി ആർ ദ ബെസ്റ്റ്, വി ആർ ദ ബെസ്റ്റ്, വി ആർ ദ ബെസ്റ്റ്. നമ്മളെല്ലാവരും നല്ലവരാണ്, നമ്മളെല്ലാവരും ഇനി കൈയാറ്റിക്കോളി. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇനിയും ഒരുപാട് ദീനിൻ്റെ മാർഗത്തിലും അല്ലാതെയും ഒക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും അവരുടെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വെള്ളിമണ്ണക്ക് ഈസ്റ്റിൻ്റെ സന്തോഷങ്ങൾ വേദിയിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ 2 വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകുന്നു. ആദ്യമായി ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളുടെ പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ പൈങ്ങോട്ട് സ്വദേശി ആദം എമിൻ ഐബക് ചെറുപ്രായത്തിൽ 10 വാഹനങ്ങൾ, 16 പതാകകൾ, 13 പച്ചക്കറികൾ, 7 നിറങ്ങൾ, 29 മൃഗങ്ങൾ, 14 പഴങ്ങൾ, 9 പക്ഷികൾ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങൾ എന്നിവരുടെ ഫോട്ടോകൾ കാണിച്ചു കൊടുക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് പറഞ്ഞു തരിക ചെയ്ത മിടുക്കുട്ടിയാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ കരസ്ഥമാക്കിയത്. വേദിയിൽ ആദ്യമായി ആദം എമിൻ ഐബക്കിനുള്ള പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ജമലിലെ തങ്ങളെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദം എമിൻ ഐബക്കിനെ ക്ഷണിക്കുന്നു.
ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച പൈങ്ങോട്ടൂർ സ്വദേശിയായ നിസാറിൻ്റെ മകൻ മുഹമ്മദ് ഐബക്കിന് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ കൂടി എടുക്കുന്നുണ്ട്. അവർക്കൊരു പ്രോത്സാഹന സമ്മാനം സയ്യിദന്മാർ ചേർന്ന് നിർവഹിക്കും. അല്ലാഹു അക്ബർ വലില്ലാഹിൽ അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്ഥാപനത്തിലെ അധ്യാപികയുടെ മകൾ ഹംദ ഫാത്തിമയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കുട്ടിയെയും ഓർമ്മശക്തി കൊണ്ട് മുതിർന്നവരെ പോലും ഇരുത്തും ഈ മകൾ. മാഷാ അല്ലാഹ്. അതേപോലെ ടാലൻ്റ് ടെസ്റ്റ് സ്കോളർഷിപ്പ് വിദ്യാഭ്യാസ ബോർഡ് അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ സ്കോളർഷിപ്പ് ടെസ്റ്റിൽ 6ഉം 9ഉം റാങ്കുകൾ നേടിയ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മുഹമ്മദ് അമാൻ ആൻഡ് സലാഹുദ്ദീൻ അയ്യൂബി വളരെ പെട്ടെന്ന് സ്റ്റേജിലെത്തി അവർക്കുള്ള അവാർഡുകൾ ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. മുഹമ്മദ് സലാഹുദ്ദീൻ അയ്യൂബി, മുഹമ്മദ് അമാൻ, പ്ലീസ് വെൽക്കം. كل تكبير الله أكبر الله أكبر الله أكبر ولله الحمد. ഡിസ്ട്രിക്ട് ലെവലിൽ ആദ്യ സ്ഥാനവും സ്റ്റേറ്റ് ലെവലിൽ ആറ്റോറിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കുള്ള മൊമെൻറ്റോ നൽകുന്നു. ബുർദ, മദ്ഹ്, മേശം എന്നീ വിഭാഗങ്ങളിൽ പങ്കെടുത്ത സലാഹുദ്ദീൻ അയ്യൂബി, സെയ്ൻ മാസി, സയ്യിദ് റംസാൻ സയ്യിദ് തുടങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമെൻറ്റോ വേദിയിൽ നൽകുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. ജില്ലാ സംസ്ഥാന ആർട്ടോറിയത്തിൽ ഫസ്റ്റ് റാങ്കുകൾ, എ ഗ്രേഡുകൾ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പേര് വിളിച്ച വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിലെത്തി. സമയം വളരെ വിലപ്പെട്ടതാണ്. സലാഹുദ്ദീൻ അയ്യൂബി, സെയ്ൻ മാസി, സയ്യിദ് റംസാൻ സയ്യിദ്. മുഹമ്മദ് സയ്യിദ് റമളാൻ, സയ്യിദ് റംസാൻ, സെയ്ൻ മാസിൻ, സലാഹുദ്ദീൻ അയ്യൂബി, മുഹമ്മദ് സയ്യിദ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മലപ്പുറം ജില്ലയിലെ 20 IAMA സ്കൂളിൽ നിന്നും GK ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പങ്കെടുത്ത 3 ഇനങ്ങളിലും ഒന്നാം സ്ഥാനത്തോടെ വിജയിച്ച മുഹമ്മദ് ഗസാലിക്കുള്ള മൊമെന്റോ നൽകുന്നു. കുൽ തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി കോൺവെക്കേഷൻ ചടങ്ങാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം കോവിഡ് എഫക്റ്റ് ബാധിച്ച ഒരു സമയമായതുകൊണ്ട് ഒരു ബാച്ചാണ്, വളരെ കുറച്ചാളും. എല്ലാ വർഷവും 2 ബാച്ച് ഉണ്ടെങ്കിൽ കോവിഡിൻ്റെ ആ എഫക്റ്റുള്ള 17 വിദ്യാർത്ഥികളാണ് ഇന്ന് സനത് സ്വീകരിക്കുന്നത്. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ 1,
അവരുടെ സർട്ടിഫിക്കറ്റും മൊമൻ്റെയും കൈപ്പറ്റണം. സാദാത്തുക്കളിൽ നിന്ന് കൈപ്പറ്റുന്നതിന് എല്ലാവരും വേദിയിലേക്ക് പേര് വിളിക്കുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് എത്തണം. അഫ്രാസ് അഹമ്മദ്, ഹാഷിർ, മുഹമ്മദ് ഹൈസം, മുഹമ്മദ് ഇൽഹാൻ, മുഹമ്മദ് സാഹി, സയ്യിദ് മുഹമ്മദ് സബീഹ് തങ്ങൾ, ഒരു അല്ലേ 17 കുട്ടികളില്ലേ? 17 കുട്ടികളില്ലേ? കുറച്ച് കുട്ടികൾ ഇരുന്നോട്ടെ. അല്ല അങ്ങനെ കൊടുത്തോണ്ട് അവിടെ നിന്നാൽ മതി. ഹാഷിർ, മുഹമ്മദ് ഹൈസം, മുഹമ്മദ് ഹൈസം, മുഹമ്മദ് ഇൽഹാൻ, മുഹമ്മദ് ഇൽഹാൻ, മുഹമ്മദ് സാഹി, സയ്യിദ് മുഹമ്മദ് സബീഹ് ജമലുല്ലൈലി, ഐഷ മനാൽ, ഐഷ സഹറ, ഫാത്തിമ ഫർഹ, ഫാത്തിമ ഫർഹ, ഫാത്തിമ സൻഹ, ഫാത്തിമ ഷുമൈസ, ഫിൽസ ഫാത്തിമ, ഫിൽദ ഫാത്തിമ, മിഷ, മിഷ, നഷ മറിയം, നബ്ഹ മെഹറിൻ, നഷ്വ, സൈവ ഹൈറിൻ, പിന്നിലുള്ള ആൺകുട്ടികൾ സയ്യിദന്മാർ ഇരിക്കുന്നതിൻ്റെ 2 വശത്തായി നിൽക്കണം. പെൺകുട്ടികൾ മുന്നിൽ നിരയായി ഇരിക്കുകയും വേണം. ബോയ്സ് സാദാത്തുകളുടെ അരികിലായി എഴുന്നേറ്റ് നിൽക്കുകയും കോൺവെക്കേഷൻ ചടങ്ങിന് ശേഷം ഈ വർഷം ജുസ് കംപ്ലീറ്റ് ചെയ്ത 37 കുട്ടികളുടെ ജുസ് ഹോൾഡേഴ്സിനുള്ള അനുമോദനമാണ് നടക്കാനിരിക്കുന്നത്. ആ കുട്ടികൾ മുമ്പോട്ട് വരേണ്ടതാണ്. ഈ വർഷം വളരെ നേരത്തെ തന്നെ ജുസ് പൂർത്തീകരിച്ച അൽഹംദുലില്ലാ ആദ്യ കുട്ടി ഈ അക്കാദമിക് ഇയർ തുടങ്ങി 2 മാസത്തിനകം ഒരു ജുസ് 30 സൂറത്തുകൾ ഹൃദ്യസ്ഥമാക്കി തുടങ്ങിയ മുന്നേറ്റം
2024-25 അക്കാദമിക് ഇയറിൽ 24-ൽ തന്നെ മുഴുവൻ കുട്ടികളും പൂർത്തീകരിച്ച സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. അൽഹംദുലില്ലാഹ്, അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ്റെ 2 ബാച്ചും നിറഞ്ഞു ഫുൾ ആയി എന്ന സന്തോഷവും നിങ്ങൾ അറിയിക്കുന്നു. 3ാമത് ബാച്ചിലേക്ക് അഡ്മിഷൻ വരുന്നുണ്ട്. പക്ഷേ ഇൻഷാ അല്ലാഹ് കൂടുതൽ സൗകര്യപ്പെടുത്തിയെങ്കിലേ 3ാമത്തെ ബാച്ച് നമുക്ക് എടുക്കാൻ കഴിയൂ. ഫായിസ് ആൻഡ് വഹാബ് ക്യാമറകൾ സ്റ്റിൽ ഈ വർഷത്തെ ഈ കോമ്പറ്റീഷൻ നടക്കുന്ന കുട്ടികളുടെ ബാച്ചിൻ്റെ യുസിക്ക് ലാസ്റ്റ് ബാച്ചിൻ്റെ ഒരു ഉപഹാരം അസ്ഹരി ഉസ്താദിന് നൽകുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അസ്ഹരി ഉസ്താദിനെ നൽകുന്നതിന് വേണ്ടി സയ്യിദന്മാരെ ക്ഷണിക്കുന്നു. كل تكبير الله أكبر الله أكبر ولله الحمد. ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞ വിദ്യാർത്ഥികൾ താഴേക്ക് ഇറങ്ങുകയും ഈ വർഷം ഹിഫ്ള് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം കൂടെയാണ് ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നിങ്ങളേറെ കാത്തിരിക്കുന്ന കുട്ടികളുടെ പരിപാടികൾക്ക് തുടക്കമാവുന്നു. ഇൻഷാ അല്ലാഹ് ഈ വർഷം ആദ്യമായി നേരത്തെ ആസിം വെളിമണ്ണയെ നമ്മൾ അഭൂതപൂർവമായ കഴിവുകളെ നമ്മൾ നേരിട്ട് ബോധ്യപ്പെട്ടതുപോലെ
ജന്മന ചില ചാലഞ്ചുകളുമായി ജനിച്ച നമ്മുടെ ഒരു കുഞ്ഞുമോൾ പലപ്പോഴും നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നെങ്കിലും ZQ കരിക്കുലം ആ കുട്ടിയെ മാഷാ അല്ലാഹ് മറ്റു കുട്ടികളിൽ നിന്നും തന്നെ വ്യത്യസ്തമായ കഴിവുകളോടെ തന്നെ മറ്റു കുട്ടികളെക്കാൾ ഒരുപടി മുന്നിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ജുസ് പൂർത്തീകരിക്കുകയും ചെയ്യാൻ കഴിഞ്ഞ നമ്മുടെ ഫാത്തിമ ഹാല, ആ കുട്ടിക്ക് ആദ്യമായി സയ്യിദ് സൈനുൽ ആബിദീൻ ജമലുല്ലൈൽ തങ്ങൾ ജുസ് പൂർത്തീകരിച്ചതിനുള്ള ഉപഹാരം നൽകുന്നു. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല കുട്ടിക്ക് ഇനിയും ഒരുപാട് അറിവുകളും കഴിവുകളും നേടാൻ സൗഭാഗ്യം നൽകട്ടെ. മാതാപിതാക്കൾക്കും എല്ലാവർക്കും കൺമണിയായി അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷയത്തിലും പൂർണ്ണത അല്ലാഹു തആല കൈവരിച്ചു കൊടുക്കുമാറാവട്ടെ. ഇനി ജുസ് ഹോൾഡേഴ്സായ UZQ എയിലെ അബൂബക്കർ ഷബാബ്, ആസിം സയാൻ തുടങ്ങി UZQ എയിലെയും ബിയിലെയും ഓരോ വിദ്യാർത്ഥികളും വരിയായി വന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി പോകേണ്ടതാണ്. അബൂബക്കർ ഷബാബ്, ആസിം സയാൻ, മുഹമ്മദ് ഹിറാഷ്, മുഹമ്മദ് അലൻ, ഇസിയാൻ ഓരോരുത്തരായിട്ട് മുഹമ്മദ് അലൻ, മുഹമ്മദ് ഇസിയാൻ, മുഹമ്മദ് മാസിൻ, മുഹമ്മദ് റബീഅ്, മുഹമ്മദ് റഫാൻ, മുഹമ്മദ് ഷഹിൻ ഷാ, മുഹമ്മദ് ഷഫിൻ, മുഹമ്മദ് ഉനൈസ്, പേരൊരു മാറ്റിക്കോളൂ, കൊടുത്തോ ഒരു മാറ്റിക്കോളൂ. അദീല, ഫാത്തിമ ഹൈസ, ഫാത്തിമ നസ്വ, ഫാത്തിമ സഹറ, മഹദിയ സൈനബ്, സന ഫാത്തിമ, വഫിയ ബത്തൂൽ. എ ക്ലാസ്സിലെ കുട്ടികൾ കഴിഞ്ഞയുടൻ ബി ക്ലാസ്സിലെ കുട്ടികളാണ് വന്ന് വാങ്ങേണ്ടത്, സ്റ്റേജിലേക്ക് വരേണ്ടത്. അതിലെങ്ങനെ പോയിക്കോട്ടെ, വാങ്ങിയവരിങ്ങനെ അതിൽ പോയിക്കോട്ടെ. ഫോട്ടോ ഒന്ന് തങ്ങൾക്കൊന്ന് തങ്ങളെ കുട്ടി തന്നെ പേരക്കുട്ടി. ആദം മുഹമ്മദ്, അഹ്മദ് റസ, മുഹമ്മദ് അമീൻ, മുഹമ്മദ് അയാൻ, മുഹമ്മദ് അയാൻ, മുഹമ്മദ് അയാസ്, മുഹമ്മദ് നാഫിയ, മുഹമ്മദ് റബീഅ്, മുഹമ്മദ് റബീഅ്, മുഹമ്മദ് റസീൻ, ഹബീബ് അലി ജിഫ്രി, ഹബീബ് അലി ജിഫ്രി,
ആമിന സൈനബ്, ഐഷ അസ്വ, ഫാത്തിമ മിഹ്റ, ഫാത്തിമ റന, ഫാത്തിമ ഷഹസ, ഫാത്തിമ സഹറ പി, ഹബീബ്, ഹവ സഹക്, ഹവ സഹക്, ഖദീജത്തുൽ കുബ്ര, ഹവ സഹറ, ഖദീജത്തുൽ കുബ്ര, ഷെയ്ഖ മെഹ്റ, ഷെയ്ഖ മെഹ്റ, ഇതോടുകൂടി അവാർഡ് സെക്ഷൻ ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി അറിയിക്കുന്നു. അംജദി ഉസ്താദ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സെഷൻ ഇതോടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത SYS സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ, സയ്യിദ് ബുഖാരി തങ്ങൾ, എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സെഷൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.